ശിരൂരിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ദീപക് മലയമ്മ ചേരുകയാണ്. ദീപക്, ഇപ്പോൾ ജിതിനോട് നമ്മൾ സംസാരിച്ചു. ജിതിൻ പറയുന്നത് വലിയ അടിയൊഴുക്കാണ്. സ്കൂബ ഡൈവർമാർക്ക് അവിടെ ഡൈവ് ചെയ്യാൻ സാധിക്കുന്നില്ല, മുങ്ങാൻ സാധിക്കാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ്. വെള്ളം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്ര നേരം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ, പക്ഷേ ആ മൺകൂനയുടെ അടുത്തൊന്നും നിന്നുകൊണ്ട് തിരച്ചിൽ നടത്തുക അസാധ്യമാണ്. ഒഴുകിപ്പോകുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളതെന്ന് ജിതിൻ പറയുകയാണ്. ബിനിൽ, കനത്ത മഴയാണ് ഈ ഒരു സമയം വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അന്തരീക്ഷം പൂർണ്ണമായും ആ അർത്ഥത്തിൽ തന്നെ വലിയ പ്രശ്നത്തിലേക്ക് മാറിയിട്ടുണ്ട്. അല്പം മുൻപാണ് നേവി സംഘം ഇവിടെ വിട്ട് പോയത്. അവരുടെ ഡിങ്കി ബോട്ട് ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റുന്ന സാഹചര്യം നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, രാവിലെ മുതലുള്ളതുപോലെ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണ്. അവിടേക്ക് ഇന്ന് MLA ഉൾപ്പെടെയുള്ള സംഘം പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സന്ദർശിക്കുമ്പോഴും പറയുന്നത് ആ റോഡിൻ്റെ മുകൾ ഭാഗത്ത് സൈഡിലായിട്ടുണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായും മാറ്റുന്ന നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗംഗാവലി നദിയിൽ വലിയ തരത്തിലുള്ള തെരച്ചിൽ സ്കൂബ ടീം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമായതോടുകൂടി അവിടെ നിന്നും മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി പക്ഷേ ഇന്ന് പുനരാരംഭിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം അത്രത്തോളം കലുഷിതമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അവിടെ നിന്നും മണ്ണ് നീക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അവിടെ ഈ റോഡ് കഴിഞ്ഞ് നദിയുടെ ഓരത്തേക്ക് വീണ് കിടക്കുന്ന മണ്ണ് നീക്കുന്ന നടപടിയാണ് ഇനി പൂർണ്ണമായും വരാനുള്ളത്. അതിന് ബൂം എക്സ്കവേറ്റേഴ്സ് ഉൾപ്പെടെ എത്തിച്ച് ആ തരത്തിൽ തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം നേരത്തെ തന്നെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ഈ ലോറിയും ഒപ്പം തന്നെ ലോഡുമായിട്ടുള്ള ആ ഒരു വാഹനം മണ്ണ് വന്ന തള്ളി താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു വ്യക്തത കിട്ടുമെന്നുള്ളതാണ്. ആ വ്യക്തത കൂടിയാണ് ഇനി നമുക്ക് പ്രധാനമായും വേണ്ടത്. ഒപ്പം തന്നെ ഈ നദിയിൽ പതിച്ചിരിക്കുന്ന മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ പരിശോധനകളൊക്കെ നടന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ ഏതാണ്ട് 45 മിനിറ്റോളം ഒക്കെ സമയം അവിടേക്ക് പിടിച്ച് നിർത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ പരിശോധന നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലിൻഡോ ജോസഫ് MLA കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. ലിൻഡോ അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായും നീക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഇനിയിപ്പോൾ എന്താണെന്നാണ് അടുത്ത പ്രൊസീജിയർ എന്നാണ് പറയുന്നത്? ഇപ്പോൾ അവിടെ പറഞ്ഞിരുന്നു, അവിടെ നേരത്തെ ആ ഷോപ്പ് ഉണ്ടായിരുന്ന ഭാഗത്താണ് ഇനി കുറച്ച് മണ്ണ് മാറ്റാനുള്ളത്. അപ്പോൾ അത് മാറ്റണം. ഇപ്പോൾ നേവിയുടെയും ആർമിയുടെയും ടീം ഇപ്പോൾ പുഴയിലാണ് പരിശോധന നടത്തുന്നത്. റഡാർ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് വലിപ്പമുള്ള കരയിൽ നിന്ന് നോക്കാൻ കഴിയുന്നൊരു വലിയൊരു മിഷൻ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഓൺ ദ വേ ആണ്. അതിൻ്റെ മറ്റ് പ്രൊസീജിയർ എല്ലാം പൂർത്തീകരിച്ചു എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കണ്ടത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് നമുക്കുണ്ടായിരുന്ന ഒരു അഭ്യർത്ഥന, നമ്മുടെ കേരളത്തിൽ നിന്ന് ധാരാളം സന്നദ്ധ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നല്ല എക്സ്പേർട്ടായിട്ടുള്ള സ്കൂബ പോലുള്ള കാര്യങ്ങൾ നന്നായി ചെയ്യാൻ വേണ്ടി കഴിയും ധാരാളം പേർ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരിലെ ഏറ്റവും എക്സ്പേർട്ടുകളായിട്ടുള്ള കുറച്ച് ആളുകളെങ്കിലും ഈ ടീമിൻ്റെ ഭാഗമായി പരിശോധനയ്ക്ക് അനുവദിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാണ് പരിഗണിക്കാൻ കഴിയാമെന്നുള്ള കാര്യവുമാണ് കളക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഉചിതമായൊരു തീരുമാനം എടുക്കാമെന്നുള്ള നിലയിൽ തന്നെയാണ്. ഇന്നെന്തായാലും ഇല്ല, നോക്കാമെന്നുള്ളത്. അതെ. കാരണം ഇപ്പോൾ നിലവിൽ അവർ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു SOP പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. അത് കോടതിയുടെ കൂടി ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഉറപ്പില്ല. പക്ഷേ കളക്ടർ പറഞ്ഞ് ഇപ്പം നിലവിൽ SOP പ്രകാരമാണ്, അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ പോകാൻ കഴിയും. മറ്റേത് ഒരു കൂടിയാലോചനയുടെ ശേഷം മാത്രം തീരുമാനം എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പം പോയി കണ്ട സമയത്ത് ആദ്യമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ ലിൻ്റെ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു അലംഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം നേരിട്ട് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇന്ന് പൊതുവിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അനുഭവമാണ് പറയുന്നത്. ഞങ്ങൾ ജിതിനും സ്ഥലത്തുണ്ടായിരുന്നു. ജിതിൻ അർജുൻ്റെ സഹോദരൻ കൂടിയാണ്, അളിയൻ കൂടിയാണ്. ജിതിന് സ്ഥലത്തുണ്ട്. അപ്പോൾ ജിതിൻ്റെ ഒരു അഭിപ്രായവും ഇന്ന് കുറച്ചുകൂടി ബെറ്ററായ നിലയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറച്ചുകൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇവിടെ അർജുൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ നടക്കുന്നത്. അർജുൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു നഷ്ടത്തെ ലോകം തിരിച്ചറിയുമായിരുന്നില്ല. ഇന്നിപ്പോൾ ജില്ലാ കളക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ഈ പുഴയുടെ ഓപ്പോസിറ്റ് സൈഡിൽ 5 വീടുകളുണ്ടായിരുന്നു. ആ 5 വീടുകൾ നശിച്ചു. അതിനകത്തുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചു, അവർ ജീവനോടെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, മറ്റാരെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊരു വലിയ പ്രതിസന്ധിയാണ്.
ഇവിടെ തന്നെയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടർമാരും ന്യൂസ് ചാനലുകളും മാധ്യമ പ്രവർത്തകരും എത്രയോ ദിവസമായി ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രദേശത്തെ ഒറ്റ ലോക്കൽ മീഡിയ പോലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അർജുനാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് കൂടി ഒരു രക്ഷകനായി മാറിയിരിക്കുന്ന അർജുനെ തേടുന്നതിൻ്റെ ഭാഗം ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അർജുനെ തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ളവർക്ക് പോലും ഒരു പ്രതീക്ഷയുടെ ഒരു കണിക നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കളക്ടറുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സംബന്ധിച്ചും ഒപ്പം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ടുവരുന്നത് സംബന്ധിച്ചുമൊക്കെ ഒരു സൂചനകൾ ചിലതായിട്ട് ലഭിക്കുന്നുണ്ട്. കളക്ടർ പോസിറ്റീവായ നിലയിലാണ് പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് മാത്രം തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയുന്നല്ല. അദ്ദേഹം ഈ ഡിസ്ട്രിക്റ്റിലും എക്സ്പീരിയൻസ് കുറവുള്ള ഒരാളാണ്. റീസെൻ്റ്ലി ആണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അതിൻ്റേതായ പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എൻ്റെ തീരുമാനം എടുക്കാൻ. പക്ഷേ അദ്ദേഹം തമിഴ്നാട് സ്വദേശി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റേതായിട്ടുള്ള നമ്മുടെ ഒരു വൈകാരിക ബന്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഒരു പോസിറ്റീവായ നിലയിലാണ് അദ്ദേഹം. ഇപ്പം ഏതാണ്ട് ഈ അന്തരീക്ഷം കലുഷിതമായിരിക്കുന്ന സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ വെളിച്ചം കുറവ് വരാൻ പോവുകയാണ്. അപ്പം കൂടുതൽ സമയം തെരച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് രക്ഷാപ്രവർത്തകർ സംസാരിക്കാം? ഇവിടുത്തെ ഡിസാസ്റ്റർ ടീമിൻ്റെ ഒരു ഡിസിഷനാണ്. അവർക്കാണ് അതിൻ്റെ എത്ര നേരം വരെ തെരച്ചിൽ നടത്തണം. അപ്പോൾ ഓരോ ടീമിനും നേവിക്ക് അതിൻ്റെ ഹെഡുണ്ട്, ആർമിക്ക് അതിൻ്റെ ഹെഡുണ്ട്, ഇവിടുത്തെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൻ്റെതായ ഹെഡുണ്ട്, ഡിസാസ്റ്ററിൻ്റെ ഹെഡുകൾക്ക്. അപ്പോൾ അതിൽ ഒരു പൊതുവായിട്ടുള്ള തീരുമാനമെടുത്ത് കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ തെരച്ചിൽ നടത്തുക എന്നുള്ള ഒരു നിലയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ബിനിൽ, ഈ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു ഇടപെടൽ MLA-മാരുടെ ഭാഗത്തു നിന്നടക്കം ഇന്ന് നടക്കുകയുണ്ടായി. അത് ജില്ലാ കളക്ടറുമായൊക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗുണകരമായ രീതിയിലുള്ള പരിശോധനകൾ, തെരച്ചിലുകളൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന അർജുൻ്റെ അളിയനായിട്ടുള്ള ജിതിൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അർജുൻ ഉള്ളത് കൊണ്ടാണ് അവിടെയുള്ള ബാക്കി മനുഷ്യരെ കൂടി ആ സർക്കാരും അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃന്ദവും കാണുന്നത് എന്നാണ്. അല്ലെങ്കിൽ ആരും അറിയാതെ ഏതെങ്കിലും ഓരത്ത് സ്വന്തം ഉറ്റവരുടെ ജീവനറ്റ ശരീരങ്ങൾ പോലും ലഭിക്കാതെ ആ മനുഷ്യരവിടെ കാത്തുകെട്ടി കിടന്നതിനെ അവരെ കേൾക്കാൻ ആരുമില്ല. അവരെ ആട്ടിപ്പായിക്കുകയാണ് ഭരണകൂടം, അവരെ അടിച്ചോടിക്കുകയാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, മൃതദേഹങ്ങൾക്ക് മുമ്പിൽ സെൽഫി എടുക്കുകയാണ് അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ലിൻഡോ ചൂണ്ടിക്കാട്ടിയത്. ഓക്കെ. ദീപക്, ലിൻഡോ ജോസഫ് MLA ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അർജുൻ അവിടെ ഉള്ളത് കൊണ്ടാണ്, ഈ വിധത്തിൽ കേരളത്തിൻ്റെ ആകെ ശ്രദ്ധ അവിടെ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഒറ്റപ്പെട്ടു പോയ അരികുവൽക്കരിക്കപ്പെട്ട ആ നാട്ടിലെ ആ മണ്ണിൻ്റെ ഉടമകളായിട്ടുള്ള ഒരുപിടി മനുഷ്യരെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ആ സ്ത്രീയുടെ, ആ അമ്മയുടെ മൃതദേഹം ലഭിച്ചത്. അങ്ങനെ ആ മനുഷ്യർക്ക് കൂടി വഴിയാകുകയാണ് അർജുനിലൂടെ മലയാളികളാകെ എന്ന് ലിൻഡോ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട്.